ഹലോ ഗൈസ്, അപ്പൊ ഡൈസറ സിനിമ ഇറങ്ങിയതാണ് കേട്ടാ. വേറാരോടും പറഞ്ഞത് വിശ്വസിക്കും. No one would believe me. അപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ വെച്ചിട്ട് ദി ബെസ്റ്റ് ഹൊറർ പടം, കോരി തെറിപ്പിച്ച പടം കേട്ടാ. ഹോളിവുഡ് ലെവൽ മേക്കിംഗ്, ഒന്നും പറയാനായിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. നേരെ പൊയ്ക്കോ, ടിക്കറ്റ് എടുത്തോ, പോയി കണ്ടോ. മൂവി ഫുള്ളായിട്ട് സീറ്റിന്റെ എഡ്ജിലിരുന്ന് കാണാൻ പറ്റിയ കിടിക്കാച്ചി പടം. ശരിക്കും എന്താ പറയാ, ശരിക്കും ഒരു ഇംഗ്ലീഷ് പടം കണ്ട ഫീല്. നമ്മുടെ മലയാള ആക്ടറിനെ വെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് പടം, ഒരു ഇംഗ്ലീഷ് ഡബിങ് പടം കണ്ട എങ്ങനെയുണ്ടാവും. അതിന്റെ ആക്ടർ പ്രണവ് മോഹൻലാൽ. അപ്പൊ ആളിന്റെ ഈ പ്രീവിയസ് 2 ഫിലിംസിൽ കണ്ടതല്ലാതെ ഒരു വേറൊരു ഷെയ്ഡ് ഓഫ് ആക്ടിങ്, വേറൊരു ഷെയ്ഡ് ആളിൽ നിന്ന് കാണാൻ പറ്റിയ ഈ സിനിമയിലൂടെ. പ്രീവിയസ് 2 സിനിമയിലും ചിരിച്ച് അമുൽ ബേബി ആയിരുന്ന ആള് ഈ പടത്തിൽ റെക്കഡ് ബോയ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആളുടെ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള ആറ്റിറ്റ്യൂഡ് ആയാലും പിന്നെ ആ സ്കാൽഡ് സാധനമായാലും എവരിത്തിങ് വേറെ ലെവൽ. അടുത്തത് ഡയറക്ടർ ഓഫ് ദി മൂവി രാഹുൽ സദാശിവൻ. യു ആർ മാൻ വേറെ ലെവൽ മച്ചാ. എന്താ പറയാനുള്ളത്, അന്ന ഒരു പൊളി വിളിച്ചിട്ടുണ്ട്. എനിക്ക് അന്നെ 3 കാലം മൂവി ഫേവറേറ്റ് ആണ്. ആളുടെ മേക്കിംഗ് തന്നെ ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡിലായിരുന്നു. വെറും 3 പടം കൊണ്ട് തന്നെ ബോളിവുഡിലെ ഡിമാൻഡിങ് ഡയറക്ടറായി മാറി. ഹാപ്പി ടു സേവിങ് ദിസ്. അടുത്തതായിട്ട് മെയിൻ ആളിനെ മെൻഷൻ ചെയ്യാം, മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ. അണ്ണേ നീങ്ങില്ലെന്ന പടമേ ഇല്ലെന്നേ. എന്താ ആള് ഒരുമാതിരി, എന്താ പറയാ, പടം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ട്രാക്ക് തൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുമാതിരി ഡീറ്റെയിലിങ്സ്, ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലിങ്സ്, ആ മറ്റേ പേടിപ്പിക്കുമ്പോൾ വരുന്ന ആ സൗണ്ട് കാര്യങ്ങള്, പടത്തിൽ വിഷ്വൽ നമ്മളെ പേടിപ്പിക്കുന്നതിനേക്കാളും സൗണ്ടാണ് നമ്മളെ സ്കെയർ ആക്കുന്നത്. ശരിക്കില്ലേ, പടം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നേരെ പൊയ്ക്കോ, ടിക്കറ്റ് എടുത്തോ. 150 രൂപ വർത്താണ്, 100% വർത്താണ്. പിന്നെ പറയാനുള്ളത് സിനിമോട്ടോഗ്രാഫി, ഷേഖ്നാഥ് ജലാൽ, അത് പിച്ചു തൂക്കിയുണ്ട്. പിന്നെ എഡിറ്റിംഗ്, ഷാഫി മുഹമ്മദ് അലി. എഡിറ്റിംഗ് ആൻഡ് മ്യൂസിക് ആണ് പടത്തിന്റെ ബാക്ക് ബോൺ. ഈ രണ്ട് സാധനം തന്നെയാണ് നമ്മൾ സ്കാർ ആക്കുന്നത്. വേറെ ഒരു സാധനമില്ല. പിന്നെ പടത്തിലെ ക്യാരക്ടേഴ്സ് കുറവാണ്. ആകെ 10 പേര് എന്തൊക്കെയുള്ളൂ മെയിൻ ക്യാരക്ടറായി. മെയിൻ ക്യാരക്ടേഴ്സിൽ ജിബിൻ ഗോപിനാഥ്, ആള് സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജയ കുറുപ്പ്, വളരായിട്ടൊന്നും പറയുന്നില്ല. ഏജന്റ് ടീൻ തന്നെ വൺസ് അഗൈൻ കണ്ട ഒരു ഫീൽ ആയിരുന്നു. ക്ലൈമാക്സിലൊക്കെ ചേച്ചിയൊക്കെ പൊളിച്ച് തിരിച്ചെടുത്ത്. പിന്നെ അതിലൊരു പയ്യൻ ഉണ്ടായിരുന്നു, അത് സ്പോയിലർ ആയതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല. അന്നെ உங்களுக்கு பெருசா ஏதோ வர்றதுக்கு இருக்கு, നോക്കിക്കോ. ഈ പടം കഴിഞ്ഞ് നിങ്ങൾ പോണ റേഞ്ചേ പറയാണ്, അത്രേ പറയാനുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഓൾ. 100% തിയേറ്ററിൽ മൂവിയാണ്. രാത്രി ഒറ്റയ്ക്കൊന്നും പോയി കാണണ്ട, തിരിച്ച് വീഴത്തില്ല എന്ന് മാത്രം.